ബാലി സുഗ്രീവ യുദ്ധം. കാലം കളയാതെ ബാലിയോട് നീ പോരിനു ചെല്ലുക എന്ന രാമോക്തിയാൽ വാനരശ്രേഷ്ഠൻ തൻ കിങ്കരരൊത്ത് കിഷ്കിന്ധാദ്വാരേ എത്തി വേഗേന. മിത്രതനയൻ തന്നാഗമന വൃത്താന്തം എത്രയും വേഗമറിഞ്ഞ് കപിരാജൻ അട്ടഹാസം ചെയ്തങ്ങെത്തി സുഗ്രീവനെ മുഷ്ടി കൊണ്ടു പ്രഹരിച്ചങ്ങേറെ. ശക്രാത്മജനും മിത്രാത്മജനും പ്രത്യക്ഷത്തിലേകേന കാണുന്ന മൂലം ശക്രസുതനെ ബാണമെയ്ത് വീഴ്ത്താൻ പുഷ്കര നേത്രനുമൊത്തില്ല നിർണയം. വൃത്രാരിപുത്രന്റെ മുഷ്ടിപ്രഹരത്താൽ എത്രയും ദുഃഖിതനായ സുഗ്രീവനോടുത്തരമായി ചൊന്നു ശ്രീരാമൻ, നീ ഈ പുഷ്പമാല്യം ചാർത്തി യുദ്ധം ചെയ്യണം. കുഡ്മളം കൊണ്ടുള്ള മാലയും ചാർത്തി പിറ്റേന്ന് സുഗ്രീവൻ അംഗം കുറിച്ചപ്പോൾ വൃക്ഷമറവിൽ നിന്ന് ശ്രീരാമൻ വൃത്രാരിപുത്രനെ അമ്പെയ്തു വീഴ്ത്തി. രക്തപങ്കില വപുസ്സിനാൽ ബാലി പൃഥ്വീതലത്തിൽ വീണങ്ങുഴന്നപ്പോൾ വൽക്കലധാരിയായി ബാണധാരിയായി നിൽക്കുന്ന ദശരഥപുത്രനെ കണ്ടു. കോപവും താപവും വേദനയും കൊണ്ട് ക്ഷാന്തി കെട്ട ബാലി രാമനെ ഭത്സിച്ച് ചോദിച്ചേവം, നീ എന്തിനു വേണ്ടി ഘാതം ചെയ്യാനൊരുങ്ങി ദയന്യേ? ഭീരുക്കളത്രേ മറഞ്ഞുകൊണ്ടു നിന്നങ്ങാരുടെ കോപത്താൽ അംഗം ചെയ്യുന്നു. രാജവംശജനാകിയ നീ ഇന്ന് വീരധർമ്മം വെടിഞ്ഞു വസിക്കുന്നു. രാമനെ നിന്ദാവചനത്താൽ മൂടിയ ബാലിയോടേവം ചൊല്ലി രാമചന്ദ്രൻ, മോഹവാരിയിൽ മുങ്ങിയുഴലുന്ന നീ പാപകർമ്മം ചെയ്തങ്ങ് ഔദ്ധത്യം പോകുന്നു. നിൻ സമാനോദര്യൻ സുഗ്രീവൻ തന്റെ ധർമ്മധാരത്തെ നീ ചോരണം ചെയ്ത് ധർമ്മവിഘ്നം ചെയ്ത ഋക്ഷരാജൻ നീ. നിർമ്മലാത്മാവായി നീ തീരേണം നിർണയം. എൻ ഭക്തനാകുന്ന നീ മിഥ്യാഭ്രമത്താൽ വർത്തിച്ചനുജനെ ദണ്ഡിപ്പിച്ചേറെ. ചിത്തമാലിന്യത്തിൽ നിന്നും മോചിതനാകാൻ മുക്തി വരിച്ചു നീ ശുദ്ധി പ്രാപിക്കണം. രാമവാക്യം കേട്ട് പുരന്ദരപുത്രൻ തൻ ചാബല്യത്തിൽ നിന്നുയർത്ത ഭ്രമങ്ങളെ മാറ്റി തന്നനുഗ്രഹിച്ച ശ്രീരാമനെ കൂപ്പുകൈകളാൽ വന്നിച്ചിട്ടോതി, ഞാൻ അറിയുന്നു വിഭോ നിൻ മാഹാത്മ്യമെല്ലാം. ഭൂമിതലത്തിന്റെ നാഥനായി നീ ആവിർഭവിച്ച ദേവൻ നാരായണൻ, ഭൂമിഭാരത്തെ കുറയ്ക്കാനായി വന്നവൻ. എന്നുടെ താമസഭാവങ്ങൾ തീർത്ത് എന്നെ ജ്ഞാനിയാക്കി മോക്ഷം പ്രാപിക്കാൻ താവക ഹസ്തപത്മങ്ങളാൽ എന്നെ ബാണമെയ്തു വീഴ്ത്തി എന്നറിയുന്നു ഞാൻ. യോഗിമാർക്കു പോലും ആവതില്ല നിൻ കാരുണ്യനേത്ര കടാക്ഷം ലഭിക്കാൻ. നിൻ പാദപത്മം തന്നിൽ ചേരുന്നു ഞാനിപ്പോൾ. ഈ ബാണമൂരി എന്നെ മൃത്യുപ്രാപ്തനാക്കൂ വിഭോ. ബാലി തന്നർത്ഥന മാനിച്ച് രാമൻ കായത്തിൽ നിന്നും ബാണം വലിച്ചൂരി കരപത്മത്താൽ മേനി തഴുകി തഴുകി തലോടി മുക്തി കൊടുത്തു വേഗേന തന്നെ. താരോപദേശം. ബാലിതൻ നിര്യാണ വാർത്തയറിഞ്ഞ് വാനരവീരരും മറ്റു ശ്രേഷ്ഠരുമെല്ലാം ആഭീലം പൂണ്ടങ്ങു ബാലി പത്നിയോട് ബാലിതൻ അന്തമുദന്തമറിയിച്ചു. തൻ പ്രിയകാന്തനാം വാനരവീരന്റെ പഞ്ചത വാർത്തയറിഞ്ഞ താരാദേവി നെഞ്ചകം വീങ്ങിയിട്ട് ശ്രുഗണം തൂവി മന്നിടം തന്നിലിരുന്നു വിലപിച്ചു. അങ്കനാരത്നത്തിനാതുരഭാവത്തിൽ സങ്കടം തോന്നിയ ചിന്മയൻ രാമൻ സങ്കോചം പൂണ്ടങ്ങു ചാരേ ചെന്നിട്ട് ചൊന്നു സാന്ത്വന വാക്കുകളേറെ.
എന്തിനു കേഴുന്നു പങ്കജലോചനെ ഈ സംസാരബന്ധനം മായാവിമോഹനം പഞ്ചഭൂതാത്മകമായ കളേബരം സഞ്ചിത കർമ്മങ്ങൾ ചെയ്യുന്ന യന്ത്രം രക്തവും മാംസവും അസ്ഥികളുമെല്ലാം ഉൾക്കൊണ്ട ഗേഹം തന്നെ കളേബരം കത്തിക്കുമ്പോൾ തന്നെ എരിഞ്ഞു തീരുന്ന വൃക്ഷശാഖ പോലെയാണെന്നറിക നീ. എത്രയും നശ്വരമായ ദേഹത്തിനോട്ടിത്രയും കാംക്ഷയരുത് മമമാതേ. നിത്യമായുള്ളത് ജീവനമത്രേ, ദുഃഖമതിനില്ലൊരിക്കലും നിർണയം. താപവും ശീതവും വൃഷ്ടിയും വായുവും മറ്റേതും സമമായി നിരീക്ഷിക്കും ജീവന് വേദന ഏതുമേയില്ലെന്നറിക നീ. പൂർണ്ണമായും നിർവിശങ്കം വസിക്കുന്നു ശുദ്ധനായി നിത്യനായി ജ്ഞാനാത്മാവായി നിൽക്കുന്ന ജീവന്റെ തത്വമോർക്ക നാം. ദുഃഖിയായി കേഴേണ്ടതില്ല ഒരു നാളും, വ്യക്തതയോടെ ഗ്രഹിച്ചിടേണം നീ. മർക്കടബന്ധത്തിൽ മാത്രം ബാലിനിൻ ഭർത്താവായ ആരണ്യം തന്നിൽ വസിച്ചു കർത്തൃരൂരേണയുള്ള ബന്ധനം കർമ്മമൊഴിഞ്ഞപ്പോൾ തീർന്നെന്നറിഞ്ഞാലും ഈ എൻ ഭക്തനാം കീശരാജൻ തന്റെ ഗർവം മൊത്തം നശിപ്പിച്ച് ചിത്തം ശുദ്ധീകരിച്ച് ഉത്തമ മാർഗം തന്നിലെത്തിക്കാനായി നിഷ്കരുണം ഘാതം ചെയ്തു ഞാൻ അവനെ.